ഹായ് ഫ്രണ്ട്സ്, രൂപേഷാണ്. നമ്മൾ ഇ വേ ബില്ലിനെ പറ്റിയാണ് ഇപ്പോൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അതിൽ തന്നെ നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ ഒരു ഇ വേ ബിൽ എങ്ങനെ ക്യാൻസൽ ചെയ്യാമെന്നുള്ളത് വളരെ വ്യക്തമായി നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് കണ്ടിരുന്നു. അതിൽ വന്നൊരു സംശയമാണ്, ഇപ്പോൾ ക്യാൻസൽ ചെയ്യുന്നതിനോടൊപ്പം തന്നെ നമ്മൾ ചില ഗുഡ്സ് അയച്ചത് റിട്ടേൺ ആയിട്ട് വരുന്ന സിറ്റുവേഷൻസ് ഉണ്ട്. ഫോർ എക്സാമ്പിൾ, നമ്മളൊരു 5 ലക്ഷം രൂപയുടെ പ്രൊഡക്റ്റ് ഇ വേ ബിൽ ചെയ്ത് നമ്മൾ അയക്കുകയാണ്. അവിടെ എത്തിയപ്പോഴാണ് അറിയുന്നത് അതിലൊരു 1 ലക്ഷം രൂപയുടെ പ്രൊഡക്റ്റ് എന്താണ്, ഡാമേജ് ആണ്. അപ്പോൾ ഈ ഡാമേജ് വരുന്ന അല്ലെങ്കിൽ റിട്ടേൺ വരുന്ന ഗുഡ്സിന് ഇ വേ ബിൽ വേണോ എന്നുള്ളൊരു സംശയം സ്വാഭാവികമായിട്ട് ഉണ്ടാവും. അപ്പം അങ്ങനെയുള്ള കേസുകളിൽ ഡാമേജ്ഡ് ഗുഡ്സ് ആണെങ്കിലും ഈ പറഞ്ഞ ക്രൈറ്റീരിയ അനുസരിച്ച് വരുന്ന കേസുകളിലാണെങ്കിൽ അതിൽ ഇ വേ ബിൽ നിർബന്ധമാണ്. ഇപ്പോൾ കസ്റ്റമർ ആണ് നമുക്ക് തിരിച്ചയക്കുന്നത് എന്നുണ്ടെങ്കിൽ കസ്റ്റമർ തന്നെയാണ് ഇ വേ ബിൽ ജനറേറ്റ് ചെയ്യേണ്ടത്. ഇനി അതല്ല, ഗുഡ്സ് കൊണ്ടുപോയ കൊറിയർ, ആ ലോജിസ്റ്റിക് കമ്പനിയുടെ കയ്യിൽ നിന്നാണ് അങ്ങനെ ഒരു ഡാമേജ് സംഭവിച്ചതെന്നുണ്ടെങ്കിൽ അവർക്കും വേണമെങ്കിൽ ഇ വേ ബിൽ തിരിച്ച് ജനറേറ്റ് ചെയ്ത് സപ്ലയറുടെ അടുത്തേക്ക് എത്തിക്കാവുന്നതാണ്. അപ്പോൾ ഈ 2 കേസിലും റിട്ടേൺ വരുന്ന കേസുകളാണെങ്കിൽ ഇ വേ ബിൽ നിർബന്ധമാണ്. അപ്പോൾ ഈ GST പറ്റി കൂടുതൽ അറിയാനായിട്ട് ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ KP Tax India സബ്സ്ക്രൈബ് ചെയ്യൂ. GST പറ്റി ഒരുപാട് അറിവുകൾ നിങ്ങൾക്ക് അവിടെ ഫ്രീ ആയിട്ട് ലഭിക്കുന്നതായിരിക്കും.